ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതുവിനെയാണ് കാണിക്കുന്നത്. ഗീതു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല. ഈശ്വര, ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ, എന്തൊരു കഷ്ടമായത്. ഇവരെന്താ ഫോൺ എടുക്കാത്തത്? ഇതിപ്പോൾ നിൻ്റെ അമ്മയും അച്ഛനെയും തേടിപ്പോയി അവർണെങ്കിൽ അജാസും ഫോൺ എടുക്കുന്നില്ലല്ലോ ഗീതു, ഇത് എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഞാൻ കൊല്ലുവടാ, നീ ആ കള്ളൻ, നിൻ്റെ അച്ഛനാടാ കള്ളൻ, നീ ആടാ കള്ളൻ എന്നും പറഞ്ഞുകൊണ്ട് മാറ്റി മാറ്റി ഭയങ്കര അടിയും വഴക്കും. എന്നിട്ട് സ്റ്റെപ്പിൽ നിന്ന് വിനോദിനൊരൊറ്റ ചവിട്ട് വരും. അവരുടെ അടി കണ്ട് ഗോവിന്ദും ഗീതുവും രേഖയും ഒക്കെ ഓടി വന്നു. രാധികയും രേഖയും നമ്മുടെ വരുണിനെ പിടിച്ചു മാറ്റി. ബാക്കിയുള്ളവരൊക്കെ വിനോദിനെയും എന്താ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറയാ. ഇവനെ ഞാനിന്ന് കൊല്ലും, ഇവൻ ഈ വീട്ടിലിനി വന്നു പോരുത്, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചവിട്ടുക വരും. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് നടുക്ക് കയറുന്നിട്ട് മതി നിർത്ത്, എന്താ ഇവിടെ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി മിണ്ടരുതെന്ന്, എന്താ പ്രശ്നമെന്ന് പറയാൻ. അത് കേട്ടതും ഏട്ടാ ഇവൻ എന്നെ കള്ളാന്ന് വിളിച്ചു, ഇവൻ മനഃപൂർവ്വം എന്നെ കള്ളാന്ന് വിളിക്കുക, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഇവൻ എന്നെ കള്ളാന്ന് വിളിച്ചത് എന്തിനാണെന്ന് എനിക്ക് അറിയണം. അത് കേട്ടതും ഇവൻ കള്ളനായതുകൊണ്ട് തന്നെയായിട്ടാ ഞാൻ കള്ളാന്ന് വിളിച്ചത്, ഇവനെ പെരുങ്കള്ളനാ, എൻ്റെ ചേച്ചിയുടെ മാല മോഷ്ടിച്ച പെരുങ്കള്ളൻ. അത് കേട്ടതും മതി നിർത്ത്, എന്തിനെങ്ങനെ അടി, കള്ളനെ നിൻ്റെ അച്ഛനാടാ. അത് കേട്ടതും ഗീതു ദേ വരുണേട്ടാ അനാവശ്യം പറയരുത്, എൻ്റെ അച്ഛന് പറയുന്നത് എന്തിനാ എന്നും ഗീതു ചോദിക്കുക. അത് കേട്ടതും അതേടി നിൻ്റെ അച്ഛനെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം, നിൻ്റെ അച്ഛൻ കള്ളൻ തന്നെയല്ലേ, ഈ കുടുംബത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും ഊറ്റിയത് അയാളല്ലേടി എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും ഗീതുവിൻ്റെ മുഖഭാവം അങ്ങ് മാറി സങ്കടത്തിലായി. ഗീതു ആകെ വിഷമിച്ച് വിനോദും ഗീതു ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ മാർഗഴി അവിടെ നിന്നെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ മാർഗഴി ആലോചിക്കുകയാണ്, ഇവരുടെ അച്ഛനാണ് ഈ ഗീതുവിൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെങ്കിൽ അദ്ദേഹം കള്ളനായതിൽ തെറ്റൊന്നുമില്ല, കള്ളനായത് പാവങ്ങളെ സഹായിക്കാനായിരിക്കും, എന്നെപ്പോലെ നല്ല ഹൃദയമുള്ളൊരു മനുഷ്യനായിരിക്കും എൻ്റെ അച്ഛൻ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിലും അവസാനമെല്ലാം ഭദ്രൻ്റെ മക്കളുടെ തലയിൽ വന്ന് വീഴുമെന്ന് എനിക്കറിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് പോവുക. ഈ സമയം വിനോദേ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ പിന്നാലെ ഓടി. എന്നിട്ടൊന്നും വിനോദ് കേട്ടില്ല, കേൾക്കാതെ തന്നെ അവിടെ ഒന്നും പോയി. ഈ സമയമാണെങ്കിൽ നമ്മുടെ രാധിക ഓടി വരിക. അതെ മാർഗഴി, നീ ഇനി ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ, ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. അല്ല എന്താ ഗീതുവിൻ്റെ അച്ഛൻ വരാതിരുന്നത്, അതിവിടെ ആർക്കും അറിയില്ല, നീ പോ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് രാധിക മാർഗഴി ഓടിച്ചു വിടുക. ഈ സമയമാണെങ്കിൽ എന്നാലും അവൻ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഈ പാതിരാത്രി അവൻ എന്തിനാ ഇറങ്ങിപ്പോയത്? ഞാൻ വഴക്കിട്ടുകൊണ്ടൊന്നുമല്ല, മര്യാദയ്ക്കായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കുടിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ ആരോ ഇവനെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോൺ വിളിച്ച് അവസാനം ഇവിടെ നിന്ന് പോകാനായിട്ട് അവനൊരു കാരണം കണ്ടെത്തിയതാ, വെറുതെ ഇരുന്ന് എൻ്റെ മെക്കിട്ട് കയറിയത്. അല്ലെങ്കിൽ തന്നെ വെറുതെ ഇരുന്ന് എന്നെ കള്ളാന്ന് വിളിക്കേണ്ട ആവശ്യം അവനുണ്ടായിരുന്നോ? ഒരു വഴക്കുണ്ടാക്കാനും ആ വഴക്കിൻ്റെ പേരിൽ മനഃപൂർവ്വം ഇറങ്ങി പോകാനും വേണ്ടി അവനങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കും അത് സത്യമാണെന്ന് പ്രിയയ്ക്ക് തോന്നി. പ്രിയ ഓടി മുറിയിലേക്ക് പോയി. ഈ സമയം ഗീതു അങ്ങോട്ട് ഓടി ചെല്ലുക. മോളെ പ്രിയേ, വരുണേട്ടൻ എന്തായാലും പറഞ്ഞു എന്ന് കരുതി മോളത് വിശ്വസിക്കേണ്ട. ദേ അവർ തമ്മിൽ വഴക്കിട്ടിട്ട് തന്നെ ഇറങ്ങിപ്പോയതാ, നമ്മൾ ആരും അറിയാതെ രണ്ടുപേരും കൂടെ ഒന്ന് കുടിക്കുമായിരുന്നു, കുടിച്ച് വഴക്കായതാ. ഇല്ല ചേച്ചി, വരുണേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്, അവൻ ആരെയോ കാണാൻ വേണ്ടിയാണ് പോയത്. ഇവിടെ നടക്കുന്ന പല പ്രശ്നങ്ങളും ചേച്ചി അറിയുന്നില്ല, ഞാൻ ആരോടും പറയാതെ എല്ലാം മനസ്സിൽ അടക്കി ഒതുക്കി പിടിച്ച് നടക്കുക. അപ്പോഴേക്കും ഗോവിന്ദ് വന്നു. മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, അവർ തമ്മിൽ കുടിച്ചിട്ടുണ്ടായ പ്രശ്നമാണ്, കുടിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ, കുടിക്കുന്നതിൽ ഞാൻ തടസ്സമൊന്നും പറയില്ല, കുടിച്ചോട്ടെ. പക്ഷെ ഇതുപോലുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വിനോദൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. പിന്നെ മോളെ പ്രിയേ, ഞാനൊരു കാര്യം പറയാം, വിനോദിനെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് നീയാ, അവൻ പഴയ വഴിയിലൂടെ പോകാതിരിക്കാൻ നീയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നീയാണ് ശ്രമിക്കേണ്ടത്. അതിനിടയിലേക്ക് വന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് മോളെ. എന്തായാലും വിനോദിനെ ഒന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോകണം. ഇനി നിങ്ങൾ രണ്ടിടത്തല്ല ജീവിക്കേണ്ടത്, ഒരുമിച്ച് ജീവിക്കണം. അതുകൊണ്ട് ഗീതു എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് നീ ഒരു കാര്യം ചെയ്, എത്രയും പെട്ടെന്ന് പ്രിയയെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ, ഇല്ലെങ്കിൽ വിനോദിനോട് ഇങ്ങോട്ട് വരാൻ പറ. അത് കേട്ടതും ഏട്ടൻ എന്നെ കെട്ടിച്ചു വിട്ടതാ, ഞാൻ ജീവിക്കേണ്ടത് ഇവിടെയല്ല, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കേട്ടാ എന്നും പ്രിയ തീരുമാനം പറയുക. അത് കേട്ടതും ഒരു മിനിറ്റ് ഗോവിന്ദൻ്റെ ഹൃദയം ഒന്ന് നുറുങ്ങിപ്പോയെങ്കിലും പ്രിയ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി ഗോവിന്ദ് സമ്മതിച്ചു കൊടുത്തു. ശരി ഗീതു, എത്രയും പെട്ടെന്ന് നിൻ്റെ അച്ഛനോടും അമ്മയോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയണം കേട്ടോ, പ്രിയയെ കൂട്ടിക്കൊണ്ടുപോകാൻ. ശരി കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. ഈ സമയം അവർ വീണ്ടും മാറി വിളിക്കുക. അപ്പോഴേക്ക് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ദേ ഗീതാഞ്ജലിയും ഗോവിന്ദ് സാറും എന്നെ മാറി വിളിക്കുന്നുണ്ട്. ഡോക്ടർ എന്തെങ്കിലും ഒരു വിവരം പറഞ്ഞിരുന്നെങ്കിൽ ഫോണൊന്നും എടുക്കായിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ വരിക. ആ ഡോക്ടറെ, എന്തായി ഡോക്ടറെ, ചെക്ക് ചെയ്തോ? ആ ചെക്ക് ചെയ്തു, നമ്മൾ പേടിച്ച പോലെ കാര്യമായിട്ടൊന്നുമില്ല, ഇത് ഗ്യാസിൻ്റെ വേദന തന്നെയാണ്,
എന്തായാലും ടെൻഷനൊന്നും അടിക്കണ്ട. ഓ ഇപ്പോഴാശ്വാസമായത്. ഞങ്ങൾക്കപ്പോൾ ഭദ്രേട്ടന് വീട്ടിലേക്ക് കൊണ്ടുപോകാമല്ലോ അല്ലേ? കൊണ്ടുപോയിക്കോ. അരമണിക്കൂറെങ്കിലും നടക്കാൻ പറയണം, എന്നാലേ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം കുറയും. ശരി ഡോക്ടറെ എന്നൊക്കെ പറയാം. ഹാവു ഇപ്പോഴാശ്വാസമായത്. ഇനി ഗീതുവിൻ്റെ ഫോൺ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജാസ് ഫോൺ എടുക്കുക. ഹലോ ഗീതാഞ്ജലി, ഇതെന്താ ഇത്? എത്ര നേരമായി ഞങ്ങൾ വിളിക്കുന്നു, നിങ്ങളെന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ ഗീതാഞ്ജലിയുടെ അമ്മയുടെ കൈ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണിക വിലാസിനിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. ഹലോ മോളെ, എന്താ അമ്മേ, എന്താ ഫോൺ എടുക്കാത്തത്? അമ്മ എന്താ വരാതിരുന്നേ? അത് പിന്നെ മോളെ, ഞങ്ങൾ അറക്കലിലേക്ക് വരാൻ ഇറങ്ങിയതാ. ആ സമയത്ത് നിൻ്റെ അച്ഛനൊരു നെഞ്ചുവേദന. എന്നിട്ട് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുക മോളെ. ഞങ്ങൾ ഹോസ്പിറ്റലില. ഈശ്വര, അച്ഛൻ ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ? അതിന് മോൾ ഇങ്ങോട്ട് വരണ്ട. ഇനി അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വീട്ടിലേക്ക് പോവുക. എന്താ അമ്മേ, എന്താ ഉണ്ടായേ? എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആരും ഇല്ലാക്കാതെ പറയണ്ട. അച്ഛൻ എന്താ പ്രശ്നം? മോളെ ഗ്യാസിൻ്റെ കുഴപ്പമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അമ്മ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. എൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്താ ഗീതു, എന്തു പറ്റി എന്നും ഗോവിന്ദ് ചോദിക്കുക. ഈ സമയം ഗീതു ഫോൺ സ്പീക്കറിലിട്ടു. ഞാൻ വേണമെങ്കിൽ അപർണികയുടെ കൈ കൊടുക്കാം. ഗീതാഞ്ജലി, അച്ഛന് ഗ്യാസിൻ്റെ പ്രോബ്ലം തന്നെയാണ്, പിന്നെ എന്തിനാ നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ എന്നും ഗോവിന്ദ് ചോദിക്കുക. അത് പിന്നെ സാർ, ഞാനിവിടെ വന്നപ്പോഴാണ് ഗീതാഞ്ജലിയുടെ അച്ഛൻ ആശുപത്രിയിലായ വിവരം അറിഞ്ഞത്. പിന്നെ ഞങ്ങളത് കാര്യമായിട്ട് എടുക്കാതിരുന്നതാണ്. കാരണം ഫോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആ വിവരം പറയേണ്ടി വരുമല്ലോ. അങ്ങനെ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാവരും ടെൻഷൻ അടിക്കും, ഫംഗ്ഷൻ കൊളാവും. അതുകൊണ്ട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് റിപ്പോർട്ട് എന്ത് വരുന്നു എന്ന് അറിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ച് പറയാമെന്ന് കരുതിയിട്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. അത് കേട്ടതും ഗോവിന്ദ്, എന്നാലും ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പേടിക്കാനൊന്നുമില്ല, ഗീതാഞ്ജലിയുടെ അച്ഛന് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഗ്യാസിൻ്റെ പ്രോബ്ലമാണെന്ന് ഡോക്ടർ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണിക ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഗീതു, അവർണിക എൻ്റെ അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേ. അപ്പോൾ വിലാസിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുക. അമ്മേ, ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അമ്മ എന്നോട് പറയുന്നില്ല, എല്ലാം മറച്ചു വയ്ക്കുകയാണല്ലേ. എന്താ മോളെ? അങ്ങനെയൊന്നും ഞാൻ പറയാതിരുന്നിട്ടില്ല. എന്നാലും അച്ഛന് വയ്യാണ്ടായത് അമ്മ വിളിച്ചു പറഞ്ഞില്ല, മറ്റു പല രഹസ്യങ്ങളും അമ്മ പറയാതിരിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഗീതു പറയുക. അത് കേട്ടത് മോളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കട്ട് ചെയ്യുക. അവളെന്താ അങ്ങനെ ചോദിച്ചെന്ന് അറിയില്ലല്ലോ എന്നും പറഞ്ഞിട്ട്, സാരില്ല ആൻറ്റി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്തായാലും അങ്കിളുടെ അസുഖമൊക്കെ മാറിയിട്ട് അങ്ങ് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം, എന്നിട്ടേ ഞങ്ങളും പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണിക അജാസും കൂടെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. ഗോവിന്ദാകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഗീതു, എന്താ കണ്ണേട്ടാ, എന്തു പറ്റി? പ്രിയയുടെ കാര്യം ഓർത്ത് കണ്ണേട്ടൻ വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ ഗീതു സമാധാനിപ്പിക്കുക. പക്ഷേ പ്രിയയുടെ കാര്യമല്ല നമ്മുടെ ഗോവിന്ദൻ്റെ മനസ്സിലുള്ളത് ഭാസ്കരൻ്റെ കാര്യമാണ്. എത്രയൊക്കെ ഞാൻ വിളിച്ചിട്ടും ഭാസ്കരൻ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്നില്ല. ഇവളെന്തെങ്കിലും പറഞ്ഞ് അയാളെ പേടിപ്പിച്ച് കാണും, അതുകൊണ്ട് അയാൾ വരാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. എന്ത് പറ്റി കണ്ണേട്ടാ? കണ്ണേട്ടൻ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? കണ്ണേട്ടൻ്റെ സങ്കടങ്ങൾ കാണാനല്ലേ, അത് കേൾക്കാനും അല്ലേ ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നേ. പിന്നെ എന്തിനാ മടിക്കുന്നേ? എന്നോട് പറ കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുക. ഈ സമയം, ഞാൻ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം ഒരാളെ പ്രതീക്ഷിച്ചിരുന്നു, അയാൾ വന്നില്ല എന്നും നമ്മുടെ ഗോവിന്ദ്. അത് കേട്ടതും ഗീതു ഒന്ന് ഞെട്ടലോടുകൂടെ ഗീതു ചോദിക്കുക, ആരാ കണ്ണേട്ടാ എന്നും. അപ്പോൾ നമ്മുടെ ഗോവിന്ദ്, വേറെ ആര്? അവർണികയുടെ ഡാഡി. അദ്ദേഹം വന്നിരുന്നെങ്കിൽ അവർണികയുടെ അജാസിൻ്റെയും കാര്യം പറഞ്ഞ് ഒരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. അവർണികയുടെ ഡാഡി രഘുറാമങ്കളുടെ കുറിച്ചാണോ കണ്ണേട്ടൻ പറഞ്ഞത്? എന്താ ഗീതു, നീ വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നോ എന്നും ഗോവിന്ദ് ചോദിക്കുക. അത് കേട്ടതും ഗീതു, ഏയ് ഇല്ല, ഞാനങ്ങനെ ആരും ഉദ്ദേശിച്ചില്ല. ഞാനെന്നാ ഉദ്ദേശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. ഈശ്വര, ഭാസ്കരന് സത്യദാസ് അങ്കിൾ വരാത്തതിൻ്റെ പേരിലാണ് കണ്ണേട്ടൻ വിഷമിച്ച് നിൽക്കുന്നത്. അയാൾ വരാത്തത് എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഇനി അതിൻ്റെ പേരിൽ കണ്ണേട്ടൻ എന്നോട് ദേഷ്യം ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. ഈ സമയം നേരെ ഒരുപാടായി, കിടക്കാൻ കണ്ണേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ കിടക്കാൻ പോവുക. ഇതേ സമയം പിന്നീട് ഭദ്രനെയാണ് കാണിക്കുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അഭിനയിച്ചു. എനിക്കിനി ഞാൻ ആഗ്രഹിച്ച കാര്യം ചെയ്തു തന്നേ പറ്റൂ. അല്ല, ഞാൻ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് നിങ്ങളെന്തിനാ നിർബന്ധിച്ച് പറഞ്ഞത് എന്നും ഭദ്രൻ നമ്മുടെ ഭാസ്കരനോടും അനാർക്കലിയോടും ചോദിക്കുക. അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് കൂട്ടിക്കോ ഭദ്ര. എന്തായാലും നീ നന്നായിട്ട് അഭിനയിച്ചു. നിന്റെ ഗ്യാസ് പ്രോബ്ലം കാരണം ഫംഗ്ഷൻ മുടങ്ങിയല്ലോ, അത് മതി എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരനും അനാർക്കലി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. ഇനി പ്രതിഫലം എന്താ? പ്രതിഫലോ എന്ത്? 1000-500 എടുത്ത് ഭദ്രന് കൊടുക്കാൻ അനാർക്കലി എന്നും ഭാസ്കരൻ. അത് കേട്ടതും, അയ്യേടാ, 1000-500 എൻ്റെ പട്ടിക്ക് വേണം. പിന്നെ നീ എത്രയാ ഭദ്ര ഉദ്ദേശിക്കുന്നേ? 50,000 രൂപ എനിക്ക് കിട്ടണം.
എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ജീവിക്കണ്ടേ എന്നും ഭദ്രൻ. അത് കേട്ടതും 50,000 രൂപ ഒരു ഗ്യാസ് വന്ന് വേദന അനുഭവിച്ച് കിടന്നതിനോ? അതൊന്നും തരാൻ പറ്റില്ല. അത് പറ്റിയില്ലെങ്കിൽ ഞാൻ ചെന്ന് ഗീതുവിനോട് എല്ലാം പറയും. എനിക്ക് 50,000 രൂപ കിട്ടിയേ പറ്റൂ എന്നും ഭദ്രൻ. അത് കേട്ടതും വേറെ വഴിയില്ലാതെ അനാർക്കലി പോയി 50,000 ലക്ഷ്മി, മഹാലക്ഷ്മി എൻ്റെ കൈകളിലേക്ക് എന്നും ഇതുപോലെ വന്ന് നിറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ അങ്ങ് പോവുക. എന്നാലും 50,000 രൂപ അവന് കൂടുതലല്ലേ ഭാസ്കര? ആണ്. പക്ഷെ എന്തു ചെയ്യാനാ? 50,000 രൂപ കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മളെ പാടുപെടുത്തും. ഇപ്പോൾ നമുക്ക് വേണ്ടത് മാർഗഴിയാണ്. മാർഗഴി നമ്മുടെ കൂടെ നിൽക്കണം. ഭദ്രൻ അവളുടെ അച്ഛനാണെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ നമ്മൾ പറയുന്നത് പോലെ അനുസരിക്കില്ല. അവളുടെ അച്ഛനെ തേടിയാണ് വന്നിരിക്കുന്നത്, അല്ലാതെ നമ്മളുടെ കൂടെ നാടകം കളിക്കാനൊന്നും അല്ല. അങ്ങനെയുള്ളപ്പോൾ അവളുടെ അച്ഛൻ ആരാണെന്ന് അവൾ അറിയരുത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഭദ്രനെ വെച്ച് ഗ്യാസ് നെഞ്ചുവേദന അഭിനയിപ്പിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ അവൾ വരുമ്പോൾ അവളുടെ അച്ഛനെ കാണാതിരിക്കാൻ നമ്മൾ വേണം സൂക്ഷിക്കാൻ. അത് കേട്ടതും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും വേറെ വല്ല ഗുണമുണ്ടാവുമോ? അതുമല്ല, ആ മാർഗഴിക്ക് ഓരോ ദിവസം അഭിനയിക്കാൻ കൊടുക്കേണ്ടത് 5 ലക്ഷം രൂപയാണ്. ഓരോ അഭിനയത്തിനും 5 ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? അവൾ പറഞ്ഞ 5 ലക്ഷം രൂപ അവളെ കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കും. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഞാൻ ഓരോന്ന് ചിന്തിച്ചു കഴിഞ്ഞു അനാർക്കലി. ഇനി എൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ്. ഗീതു ഭദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുക, അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല മോളെ, അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവും. നല്ല ആരോഗ്യമുണ്ട്. വയ്യാണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തിനാ നടക്കാൻ പോയത്? അത് കേട്ടതും അത് പിന്നെ നടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് നുണയാണോ സത്യമാണോ? സത്യം മോളെ, ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഞാൻ ഇവനെ കാണാനാണ് വന്നത്. ഇവിടെ നടക്കുന്ന പല വിവരങ്ങളും അച്ഛനും അമ്മയും അറിയുന്നുണ്ടോ? ഇവൻ ഇന്നലെ അറയ്ക്കലിൽ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയെന്നറിയോ? ഇവനെ ഭയങ്കര വഴക്കായിരുന്നു. വരുണേട്ടൻ്റെ കൂടെ ചേർന്ന് കള്ളു കുടിച്ച് കൂത്താടുമായിരുന്നു. വഴക്കിട്ട് ഇവനെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്. ആ വീട്ടിൽ എനിക്കും ഈ പ്രിയയ്ക്കും ഒക്കെ നാണക്കേടാ. ഇവൻ കാരണം തലകുനിച്ച് നിൽക്കേണ്ടി വന്നത് എനിക്കാ. അത് കേട്ടതും എന്തിനാണ് ഇങ്ങനെ കുടിച്ച് നിൻ്റെ ജീവിതം നശിപ്പിക്കുന്നേ? അപ്പോൾ വിനോദ് കുടിച്ചു എന്ന് കരുതി അയാൾ എന്നെ കള്ളാന്ന് വിളിച്ച് ഞാൻ തിരിച്ചും വിളിച്ചു, അത്രയേ ഉള്ളൂ. വരുണേട്ടനാ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയത്. നീ നുണയൊന്നും പറയണ്ട. എവിടെയോ പോകാൻ വേണ്ടി നീ മനഃപൂർവ്വം വഴക്കുണ്ടാക്കിയതെന്ന് ഞങ്ങൾ അറിഞ്ഞു. അത് കേട്ടതും ഇല്ല, സത്യമായിട്ടുമില്ല മോളെ. ഇന്ന് രാവിലെ ഇവൻ കയറി വന്നപ്പോൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെയാണ് കയറി വന്നതെന്ന് ഞാൻ കരുതിയത്. ഇന്ന് രാവിലെയോ? അപ്പം നീ ഇന്നലെ എവിടെയായിരുന്നടാ? അത് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലായിരുന്നു ചേച്ചി. ഫ്രണ്ടിൻ്റെ റൂമിൽ വീണ്ടും ആ മയക്കമരുന്ന് ടീമിൻ്റെ കൂടെ നീ ചേർന്നിരിക്കുവാണല്ലേ? വരുണേ, വിനോദേ, ഒരു കാര്യം ഞാൻ പറയാം. എത്ര കഷ്ടപ്പെട്ടാൽ നിന്നെ കണ്ണേട്ടൻ ആ കേസിൽ നിന്നും ഊരി തന്നെന്നറിയാമോ? ഇനിയും നീ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടിയാ അവസാനം നീ അനുഭവിക്കേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് നീ മനസ്സിൽ കുറിച്ചിട്ടോ. പ്രിയയെ വേദനിപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ നീ ചാകാൻ പോകുന്നത് എൻ്റെ ഈ കൈ കൊണ്ടായിരിക്കും. അനിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അത്രയ്ക്ക് ദണ്ണം ഉണ്ടടാ. പ്രിയയെ പോലെ നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് കിട്ടിയിട്ടും അതിനെ ഒന്ന് സ്നേഹിക്കാനോ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ നിനക്ക് കഴിയുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നീ ഇനി കൂടുതൽ തീരുമാനമൊന്നും എടുക്കണ്ട. അമ്മേ, എത്രയും പെട്ടെന്ന് നല്ലൊരു മുഹൂർത്തം കുറിച്ച് പ്രിയയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഇനി അവൾ ഇവിടെ നിൽക്കട്ടെ ഇവൻ്റെ കൂടെ. ഇവനെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. ഈ സമയം അച്ഛനോടും കൂടിയാണ് പറയുന്നത്, അധികം പുറത്തേക്കൊന്നും ചുറ്റിക്കറങ്ങി നടക്കണ്ട. അസുഖം ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കണം കേട്ടല്ലോ. ശരീരം നോക്കണം. ശരി മോളെ. ഇനി ഒന്നും പേടിക്കില്ല. നോമന് ഇനി ഒന്നും വരില്ല. ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് ഞാൻ പോവുക. നാളെ തന്നെ നിങ്ങൾ അറയ്ക്കലിലേക്ക് പോര് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോയി. ഗീതു പോയി കഴിഞ്ഞതും വിനോദ് ചേച്ചി പറഞ്ഞു എന്ന് കരുതി പ്രിയയും കുഞ്ഞിനെയും എടിപിടിയെന്ന് കൂട്ടിക്കൊണ്ട് വരാനൊന്നും നിൽക്കണ്ട. അതെന്താ അങ്ങനെ വേണ്ടാത്തത്? പ്രിയയും കുഞ്ഞിനെയും നിനക്ക് വെറുത്തോ? അല്ല, ഡെയിലി അറയ്ക്കലിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് നീ എങ്ങോട്ടേക്കാണ് പോകാറ്? അതെങ്ങോട്ടെങ്കിലും ആവട്ടെ. പക്ഷെ പ്രിയയും കുഞ്ഞിനെ ഞാൻ വെറുത്തിട്ടൊന്നുമില്ല. സമയമാകുമ്പോൾ ഞാൻ പറയാം കൂട്ടിക്കൊണ്ടുവരണോന്ന്. അപ്പം കൊണ്ടുവന്നാൽ മതി. പിന്നെ എനിക്ക് പ്രിയയും കുഞ്ഞിനെയും വെറുക്കാനും വേണ്ടി മാത്രം വേറെ ഭാര്യയും കുഞ്ഞൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് അങ്ങ് പോവുക. ഈ സമയം വിനോദ് അങ്ങ് പോയി കഴിഞ്ഞതും നമ്മുടെ വിലാസിനെ ടെൻഷനോടുകൂടെ ഇങ്ങനെ മേളിലോട്ട് നോക്കുക. എന്നിട്ട് ഭദ്രേട്ട, ഇതെന്താ പറ്റിയവന്? പ്രിയയുടെയും ഇവൻ്റെയും ജീവിതം താറുമാറാകുമോ? നമ്മുടെ മകൻ വഴിതെറ്റി പോകുക ഭദ്രേട്ട. എനിക്ക് പേടിയാവുന്നു. എന്താന്ന് എനിക്കറിയില്ലല്ലോ വിലാസിനി. ഇനി ധ്യാന സൃഷ്ടിയിൽ വല്ലതും വരുന്നുണ്ടോ നോക്കട്ടെ എന്നും പറഞ്ഞ്
ശുക്ലാംബരധരണം വിഷ്ണു എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ കയ്യും കൂപ്പി നിൽക്കുക. അപ്പോഴേക്കും വിലാസിനി ഈ വൃത്തികെട്ട മനുഷ്യനോട് ചോദിക്കണേലും ഭേദം ചോദിക്കാതിരിക്കുന്ന എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഭദ്രൻ കണ്ണും മൂടി കണ്ണു തുറന്നപ്പോഴത്തേക്ക് ആരെയും കാണുന്നില്ല. എല്ലാം എവിടെ പോയി? നോമിൻ്റെ അടവുകളൊന്നും ഇപ്പം ഇവിടെ ഫലിക്കാതായിരിക്കണു. ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭദ്രൻ നിൽക്കുമ്പോൾ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞേ പറ്റൂ. ഇനി അച്ഛൻ സ്വാമി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം.